ലാസ്റ്റ് ടഫസ്റ്റ് ട്രക്കിംഗ്. രാവിലെ 7 മണിക്ക് ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷനിലെത്തി നല്ല ചൂട് പൂരി കഴിച്ചിട്ട് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് നമ്മുടെ പ്രീ ബുക്കിംഗ് സ്ലോട്ട് അനുസരിച്ചിട്ട് അവർ നമ്മളെ കാട്ടിലേക്ക് കയറ്റി വിടും. പോകുന്ന വഴിക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ഡെൻസ് ഫോറസ്റ്റിലൂടെയാണ് മൃഗങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ എപ്പോഴും സൈലന്റ് ആയിട്ട് കടന്നു പോകുക എന്നൊക്കെ പറഞ്ഞ് പോകുന്ന വഴിയിൽ കുറേ റീഫ്രഷ്മെന്റ് സോൺസുകളുണ്ട്. നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം, ഒരു റെസ്ട്രിക്ഷൻസും ഒന്നുമില്ല അവിടെ. യുനെസ്കോയുടെ കീഴിൽ വരുന്ന ലോകത്തിലെ ബയോസ്ഫിയർ റിസർവുകളിൽ 600 എണ്ണത്തിൽ ഒരെണ്ണം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും നല്ല ജൈവ വൈവിധ്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ പറ്റും. നെയ്യാർ, കരമനയാർ അങ്ങനെ നിരവധി നദികളുടെ ഉത്ഭവസ്ഥലം ഇതാണ്. അതുകൊണ്ട് നല്ല നീരുറവുകളിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. ടോട്ടൽ 56 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ ട്രെക്കിംഗ് 3 ദിവസമായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ദിവസം 18 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന അതിർമല ബേസ് ക്യാമ്പ് വരെയാണ് എൻട്രൻസ് ഉള്ളത്. അതിർമല ബേസ് ക്യാമ്പിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ട്രെക്ക് ചെയ്ത് അഗസ്ത്യാർകൂടം ടോപ്പിലെത്താം. അവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്തതാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മിക്ക ഡാമുകളും അവിടെ നിന്ന് വിസിബിൾ ആണ്. പേപ്പാറ, നെയ്യാർ, കരമനയാർ, മണിമുത്താർ അങ്ങനെ കുറച്ച് ഡാമുകളുടെ വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. 5 മലനിരകൾ ഒന്നിച്ച് നിൽക്കുന്ന പാണ്ഡവം പാറയുടെ വ്യൂ അടിപൊളിയാണ്. അവിടെ നിന്ന് ടോപ്പിൽ നല്ല കാറ്റാണ്, അത് അനുഭവിച്ചറിയേണ്ട ഒരു ഫീൽ തന്നെയാണ്. ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ആഡ് ദിസ് ടു യുവർ ബക്കറ്റ് ലിസ്റ്റ്.